Hi everyone, I am Needu, studying B.Ed Mathematics. Welcome to my e-content video. In this video, I will explain the topic quadrilaterals in a simple and effective way. Let us begin the learning. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഷേപ്സ് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? എന്തൊക്കെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ഇവയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അതെ, എല്ലാ രൂപങ്ങൾക്കും 4 വശങ്ങളുണ്ട്. അതുപോലെ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശങ്ങളാണ്, എല്ലാം അടഞ്ഞ രൂപങ്ങളാണ്, 2 ഡയമെൻഷനിലുമാണ്. ഇത്തരം പ്രത്യേകതകളുള്ള രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇവയാണ് ക്വാഡ്രിലാറ്ററൽസ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ക്വാഡ്രിലാറ്ററൽസ് എന്ന പേര് വന്നത്? ക്വാഡ്ര മീൻസ് 4, lateral means sides, so we named it as quadrilaterals. അപ്പോൾ എന്താണ് quadrilaterals? A shape with 4 closed straight sides are called quadrilaterals, and also they are 2-dimensional. What are the properties of quadrilaterals? നമുക്കറിയാം 4 sides ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഡ്ജസ്, 4 എഡ്ജസ് എന്ന് പറയാം. 4 വേർട്ടീസസ് അല്ലെങ്കിൽ കോർണേഴ്സ് ഉണ്ട്. ഇനി 4 വശങ്ങളുള്ളതുപോലെ തന്നെ എത്ര ആംഗിൾസ് ഉണ്ടാവും? 4 ആംഗിൾസ് ഉണ്ടാവും. ഈ ആംഗിൾസിൻ്റെ എല്ലാം കൂടി ചേർന്ന സം അല്ലെങ്കിൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. The sum of interior angles of a quadrilateral is 360 degree. ഇത്രയുമാണ് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ ക്വാഡ്രിലാറ്ററൽസ് ആയിട്ട് നോക്കാം. ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ഏതൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്? റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിൾ നോക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ. എന്തൊക്കെയാണ് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, എല്ലാ സൈഡ്സും എത്ര ഡിഗ്രി വെച്ചിട്ടായിരിക്കും? 90 ഡിഗ്രി വെച്ചിട്ടാണ്. ഇനി നമ്മളിതിന് ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ, ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ഡയഗണൽസ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? അതെ, കോർണേഴ്സുകൾ മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഗണൽസ് വരയ്ക്കുക. ഇതുപോലെ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഡയഗണൽസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ഈച്ച് അതർ. എന്താണ്? ഡയഗണൽസ് പരസ്പരം എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകത, റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത. അടുത്ത ആരാണ്? സ്ക്വയർ. സ്ക്വയർ വരുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? എല്ലാ സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി വെച്ചിട്ടായിരിക്കും? 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. ആൻഡ് ഇതിലും നമ്മൾ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഡയഗണൽസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല, ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ബൈസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിട്ടായിരിക്കും. അതായത് എന്താണ്? ബൈസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് എത്ര ഡിഗ്രി വെച്ചിട്ടായിരിക്കും? 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇത്രയുമാണ് സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് പാരലലോഗ്രാം നോക്കാം. എന്തൊക്കെയാണ് പാരലലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ? ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തോ ആയിരിക്കും? പാരലലും ആയിരിക്കും. ഇനി
നമ്മൾ നേരത്തെ സ്ക്വയറിനും റെക്റ്റാങ്കിളിനും ഒക്കെ ഡയഗണൽസ് വരച്ചതുപോലെ ഓപ്പോസിറ്റ് വേർട്ടക്സുകൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. ഡയഗണൽസ് പരസ്പരം എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു. ഇനി സ്ക്വയറിലും റെക്റ്റാങ്കിളിലും എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി വെച്ചായിരുന്നു? 90 ഡിഗ്രി വെച്ചായിരുന്നു. പക്ഷേ പാരലലോഗ്രാമിൽ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഈസ് 180 ഡിഗ്രി. അതുപോലെ ഒരേ സൈഡിലെ ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒരേ സൈഡിലെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പറ്റാത്ത? ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസ്, ഇവിടെ ഒരു ആംഗിൾ ഇവിടെ ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടി സം എത്രയായിരിക്കും? 180 ഡിഗ്രി. അല്ലെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം? സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റാംബസ്. റെക്റ്റാങ്കിളിൽ നിന്ന് സ്ക്വയറിലേക്ക് വരുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പാരലലോഗ്രാമിൽ നിന്ന് റോംബസിലേക്ക് വരുമ്പോഴും പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് പാരലലോഗ്രാമിന് ഒരു സ്പെഷ്യൽ കേസാണ് ആരെന്ന് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? എല്ലാ സൈഡ്സും എന്താകും? ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്ത് തന്നെയായിരിക്കും? പാരലൽ ആയിരിക്കും. ഇനി ഇവയ്ക്ക് നമ്മൾ ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വേർട്ടക്സുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡയഗണൽസ് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആയിരിക്കും. നമ്മൾ പാരലലോഗ്രാമിൽ വരയ്ക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും? ബൈസെക്ടേഴ്സ് ആയിരിക്കും. റോംബസിലാവുമ്പോഴോ ഡയഗണൽസ് എങ്ങനെയായിട്ട് മാറും? പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഈസ് 180 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം, അവർ സെയിം സൈഡിലെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അവരുടെ സം എടുക്കുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൽ ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരേ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. മറ്റേ സൈഡ്സ് ആണെങ്കിലോ പാരലലും അല്ല സെയിമും അല്ല, അവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. നമ്മൾ റോംബസിലും പാരലലോഗ്രാമിലും നമ്മൾ എന്താ കണ്ടത്? സെയിം സൈഡിലെ ആംഗിൾസിൻ്റെ സം എന്താണെന്ന് പറഞ്ഞത്? നമ്മൾ 180 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താണ്? സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. അതായത് പാരലൽ അല്ലാത്ത സൈഡ്സിലെ ആംഗിൾസ്, അതായത് ഈ കാണുന്ന ഈ രണ്ട് ആംഗിൾസും സം എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്? 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? സപ്ലിമെൻ്ററി ആയിരിക്കും. ആണ് ട്രപ്പീസിയം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐസോസെലസ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൽ നിന്ന് ഐസോസെലസ് ട്രപ്പീസിയത്തിലേക്ക് വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ട്രപ്പീസിയം പോലെ തന്നെ ഒരേ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും മാത്രമേ എന്തായിരിക്കുകയുള്ളൂ? പാരലൽ ആയിരിക്കുകയുള്ളൂ. പക്ഷേ പാരലൽ അല്ലാത്ത സൈഡ്സിന് ഇവിടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഐസോസെലസ് ട്രപ്പീസിയത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ഐസോസെലസ് ട്രപ്പീസിയത്തിൽ എന്ത് വരും? നോൺ പാരലൽ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടല്ലോ, രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഐസോസെലസ് ട്രപ്പീസിയത്തിലെ സൈഡ്സിൻ്റെ പ്രത്യേകതകൾ? ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? പാരലലും ആയിരിക്കും. നോൺ പാരലൽ ആയിട്ടുള്ള സൈഡ്സ് ആയിരിക്കും എങ്ങനെ ഉണ്ടാവുക? ഈക്വൽ ആയിട്ട് വരിക. ഇനി ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ ഡയഗണൽസ് എങ്ങനെയായിരിക്കും? ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും.
ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് പാരലൽ സൈഡ്സ് ഈക്വൽ. പിന്നെ പാരലൽ സൈഡ്സിൽ വരുന്ന ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ്. അതുപോലെ നോൺ പാരലൽ സൈഡ്സിൽ വരുന്ന സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്വാഡ്രിലാറ്ററൽസ്, ഏതൊക്കെയാണ് നമ്മുടെ മേജറായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽസ്, അവയുടെ പ്രത്യേകതകൾ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.